മനുഷ്യജീവൻ എടുക്കുമ്പോൾ കാട്ടുമൃഗത്തിന് പൊന്നുവില. അത് പിന്നെ അവരെ താഴ്ന്ന് രാത്രിക്ക് കയറി വന്ന ഇവിടേക്ക്, ഞങ്ങളവിടേക്ക്. അപ്പോൾ ഒരു ടോർച്ച് ഉണ്ടായി, ചെറിയ ടോർച്ച്. ദൂരത്തേക്ക് വെളിച്ചം ഉണ്ടാവില്ല. അതവിടെ വന്ന് അവിടെ ഒരു വളവാണ് അവിടെ. അപ്പോൾ കൈ റോട്ടി കൂടെ വന്നതാ, കാണില്ലല്ലോ, അങ്ങനെ പിടിച്ച. അവിടെയാണ് മരിച്ചത്. അതിലെ വന്നതാ പ്രാർത്ഥിക്കല് ചെക്ക്. അതിലെ വന്ന് ഈ ചെറിയ റോട്ടില് അതിലെ തെണ്ടി പോയി നോക്കുമ്പോൾ അവിടെ ഇരുന്നു. കാടതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ അവർ ജീവന് വേണ്ടിയുള്ള ആദിയിലാണ്. വഴിയിലിറങ്ങിയാൽ, വീട്ടിലിരുന്നാൽ ഒരു വന്യമൃഗം ഏതു നിമിഷവും പാത്തുപതുങ്ങിയോ അലറി വിളിച്ചോ ജീവനെടുക്കാനായിട്ടെത്തും. കാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെല്ലാം മനുഷ്യജീവിതം ആശങ്കയുടെ അങ്ങേയറ്റത്താണ് തുടരുന്നത്. ആകെ വസ്തുതയുടെ 37% വനമേഖലയായ വയനാട്ടിലാണ് കൂടുതൽ പ്രതിസന്ധി. ഇപ്പൊ ആ അജിഷേട്ടന്റെ കൊച്ചവിടെ കിടന്ന് കരഞ്ഞു വരില്ല, എന്റെ പപ്പേനെ പോലെ വേറെ ഒരാൾക്കും ഇനി ഗതി വരരുതെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ആ ഗതി വന്നില്ലേ എനിക്ക്? രാവിലെ പുൽപ്പള്ളിയിലേക്ക് ബോഡി വരുന്നുണ്ട്, 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. പൊതുജനങ്ങളെല്ലാം ബിഷപ്പുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി രജിസ്ട്രേഷൻ ഭയങ്കര പ്രതിഷേധവും എല്ലാം കഴിഞ്ഞ് ഫോറസ്റ്റുകാർ തടയിൽ പിടിക്കണം, എന്തൊക്കെയോ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇവിടെ ബോഡി തിരിച്ചു വന്ന് 2-2.5 ആകുമ്പോഴത്തേക്കും ജനങ്ങളാകെ രോഷം. അത് പറ്റില്ല, അങ്ങനെയില്ല, ഒരു കിട്ടണം, കളക്ടർ വരണം, SP വരണം എന്നുള്ളൊരു ഷാഠ്യം പിടിച്ചു. പിന്നെ മണി 3 പോവുക. തലേ ദിവസം 3 മണിക്ക് മരിച്ചതാണ്. ഏതാണ്ട് 3 മണി അല്ല, അതിനു മുമ്പേ മരിച്ചു കാണണം, ഞാനങ്ങനെ ഊഹിക്കുന്നത്. വെച്ചുകൊണ്ട് വിലശം പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇതിനൊന്ന് മറവിയാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് പറയുന്ന ഒച്ചയെടുത്തു. അപ്പോഴേയും പോലീസുകാർ ഞാൻ പറഞ്ഞു കിട്ടപ്പോൾ അവർക്ക് കുറേ ധൈര്യമായി. വേഗം തന്നെ പുൽപ്പള്ളിയിൽ ആനപ്പാറ പള്ളി കൊണ്ടുപോയിട്ട് മറവ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ ഈ 5 ലക്ഷം തന്നപ്പം മേടിച്ചില്ല. അപ്പോൾ അത് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞ് മേടിക്കില്ല. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, ഈ 5 ലക്ഷത്തിൻ്റെ വിലപേശിയിട്ടൊന്നും കണ്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടോ അത് നടപ്പിലാക്കണം, അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളൂ AK ശശീന്ദ്രൻ ഇവിടെ വന്നു, കളക്ടർ ഇവിടെ വരുന്നു, മന്ത്രി AK ശശീന്ദ്രൻ വരുന്നു, പിന്നെ MLA, അന്ന് മന്ത്രിയല്ല ഒക്കെ ഉള്ളൂ, എന്നെ ആശ്വസിപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വയലേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് അത് എഗ്രിമെൻ്റ് വയലേഷൻ തന്നെ പറയുള്ളൂ. ഞാൻ പല പ്രാവശ്യവും അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. മന്ത്രി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, നിങ്ങളാ പറഞ്ഞ കാര്യം ചെയ്തില്ലോ എന്ന് പറഞ്ഞു. ശരിയാക്കാം എന്ന് പറയുന്നു. ഇനി 40 ലക്ഷം ഉണ്ട്. അവരത് പ്രകാരം സെക്രട്ടേറിയറ്റിൽ ഞാൻ ചുരുങ്ങിയത് ഒരു ദിവസത്തിന് 2 പ്രാവശ്യം വിളിക്കും. ആ ഫയൽ എവിടെ എത്തിയെന്നുണ്ട്. ഇപ്പോൾ എത്തിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊടുത്തിരിക്കുക. കൊച്ചിൻ്റെ വിദ്യാഭ്യാസം നടത്താൻ പറ്റുമോ, അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഈ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണം കൊണ്ട് എന്തുണ്ടാവുന്ന കാലം പോവുക. കംപ്ലീറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസും എഗ്രിമെൻ്റ് കോപ്പി എല്ലാം അടക്കം 3 നിയോജകമണ്ഡലം MLA-മാർക്ക് കൊടുത്തു. IC ബാലകൃഷ്ണന് കൊടുത്തു, നമ്മുടെ സിദ്ദിഖ് MLA-ക്ക് കൊടുത്തു. ഇവരെ മറ്റേ മാനന്തവാടി MLA മന്ത്രിയെ കാണുമ്പോൾ ഞാൻ തന്നെ, അന്ന് മന്ത്രിയല്ല എന്നിട്ട് പോലും ഞാൻ കണ്ടിട്ട് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാരെല്ലാം ഇവിടെ വന്നു, പല സംഘടനകളൂടെ വന്നു, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. പിന്നെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാളും മതമേധാവിത്വം വന്ന ആരും ഞങ്ങൾക്ക് ഇതെന്താണെന്നില്ല. ഒന്ന് ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്, ഇനി അവരുടെ ജീവിതം എന്താണ് എന്നന്വേഷിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതൊക്കെ അന്നേരം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ മതപരമായ മുതലെടുപ്പോ ഇതല്ലാതെ ഇതിൻ്റെ ഫോളോ അപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു മതക്കാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, പ്രതിപക്ഷ പാർട്ടി ആയിക്കോട്ടെ, ഭരണകക്ഷി പിന്നെ ചെയ്യില്ലല്ലോ. പ്രതിപക്ഷ പാർട്ടിയുടെ ആൾക്കാർ, മതസംഘടന ആയിക്കോട്ടെ, എന്നാൽ പോളിൻ്റെ വീട്ടിൽ എന്നും നടന്നു. അവരൊരു സംസാരം നടന്നിട്ടില്ല. ഉണ്ടോ? അത് നമ്മൾ ആന വന്നിട്ട് മറിച്ചിട്ട് ഞങ്ങൾ വെട്ടി മാറ്റി റെഡിയാക്കിയതാണ്. ഇതിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുമോ?
അപ്പോൾ ഞങ്ങൾക്ക് ആനയെ കൊണ്ട് ഭയങ്കര ശല്യം. അതുമാത്രമല്ല, ആന വന്ന് ഒന്ന് നശിപ്പിച്ച് പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നത്, ഞങ്ങൾ ഒന്ന് ചെടി നന്നാക്കി വരുമ്പോൾ റിട്ടേൺ വരുന്നത് കുരങ്ങ് വന്നിട്ട് മൊത്തം ചീന്നു. ഇതിൻ്റെ തണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ചീന്തിട്ട് തിന്നു പോകും. ഇതുപോലെ ചീന്തി തിന്നും. പിന്നെ ഞങ്ങൾ റിട്ടേൺ നന്നാക്കും. പിന്നെ വരുന്നത് മുള്ളംപന്നി. അത് കഴിഞ്ഞ് കുറച്ച് മഴ ചാരി വരുമ്പോൾ പന്നി, വലിയ പന്നി. ഇത്രയും സാധനങ്ങളെ നിയന്ത്രിച്ചിട്ടാണ് ഞങ്ങൾ ബ്ലേഡിനും വട്ടിക്കും ബാങ്ക് ലോണും ഇതൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് വിശ്വസിച്ചിട്ട് എന്താക്കും, കടയിൽ പോയി അഡ്വാൻസ് വാങ്ങും. ഒരു 50,000 കൊണ്ടോ ഒരു 10,000 കൊണ്ടോ. ഇത് ഇങ്ങനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കൊടുക്കും? വീണ്ടും ഞങ്ങൾ കടത്തലാവുന്നു. സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ കൃഷിക്കാരെ നിലനിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് കറണ്ട് കൊണ്ട് ഒരു പെൻഷൻമെൻ്റ് ഇട്ട് കൊടുക്കണം. എന്നും ഒരു തോട്ടത്തിൽ വന്നിട്ട് എന്നും പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കും പണിയെടുക്കണമെങ്കിൽ ഞങ്ങൾ ആന പിടിച്ചിട്ട് കുറേ വണ്ടികൾ വന്നിട്ടും ആൾക്കാർ വന്നിട്ട് സഞ്ചരിച്ചിട്ട് കാര്യമില്ല. നേരിട്ട് സർക്കാർ ചെയ്യാൻ വേണ്ടത് ചെയ്യണം. ഇങ്ങനെ ആനയും വലിയ മൃഗങ്ങളും വന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വയനാട്ടിൽ എങ്ങനെയാണ് കൃഷി മുമ്പോട്ട് പോകും? ഒരിക്കലും പോകില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കൃഷിക്കാർക്ക് വേണ്ടി ഇത് ചെയ്തേ കൊടുക്കണം. കൃഷി സംരക്ഷിക്കാൻ മാത്രമല്ല, നമുക്ക് കൂടി വരുമ്പോൾ ആന രാവിലെ നമ്മൾ കാണുന്നുണ്ട് ചില ദിവസങ്ങളിൽ. നമ്മൾ 6-7 മണി മുതലേക്ക് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ നമ്മളെ സംരക്ഷണത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്വന്തം റിസ്കിൽ 60,000 റുപ്യോളം മുടക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്വന്തം റിസ്കിൽ ഇപ്പോൾ ഫെൻസിങ് ചെയ്യുന്നത്. വൈകിട്ട് ഒരു 6-7 മണിയോടുകൂടി ആന വന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുമ്പോൾ 7 മണിക്ക് നമ്മൾ വന്നതിന് ശേഷമാണ് ആന പോകുന്നത്. നമ്മൾ നഷ്ടപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു വെച്ചിട്ട് 5 ലക്ഷം 10 ലക്ഷം കിട്ടിയിട്ട് നമുക്ക് എന്ത് പ്രയോജനം? കാരണം ആന പല പ്രാവശ്യം നമ്മൾ പറമ്പിൽ വന്നതിന് ശേഷം ആന നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിവരറിയിക്കലും അവർ വന്ന് പടക്കം പൊട്ടിച്ചിട്ടാണ് ആന ഇവിടുന്ന് ഒഴിവാക്കൽ. അടുത്ത വർഷത്തേക്കുള്ള കൃഷിയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും കൃഷി എടുക്കാൻ ആന സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലത്തെ കൃഷിക്കാർ വെട്ടിയെടുക്കാണ്. ഇപ്പോൾ കൃഷി എടുക്കാൻ കഴിയുന്നില്ല. വരുമാനമില്ല, നമ്മൾ എങ്ങനെ ജീവിക്കും? വയനാട് 40% വനമേഖലയാണ്, 30% തോട്ടം മേഖലയാണ്, ഒരു 10-15% വയലുകളാണ്. ശേഷിക്കുന്ന തുരുത്തിലാണ് ജനവാസമുള്ളത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി കാടുകളിൽ നിന്ന് കാട്ടാനകളും കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങുകയാണ്. നാട്ടിൽ ഈ മൃഗങ്ങൾ ഇറങ്ങാനുള്ള കാരണം വനം വകുപ്പാണ്. വനസൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ ഫണ്ട് വാങ്ങിച്ച് വനത്തിനകത്ത് മഞ്ഞക്കൊന്ന സ്ഥാപിച്ചു. അക്വേഷ പോലത്തെ തേക്കൊക്കെ വ്യാപകമായി നട്ടുപിടിപ്പിച്ചു. സ്വാഭാവിക മരങ്ങൾ വനത്തിനകത്തില്ല, അവർക്ക് ഭക്ഷ്യ വസ്തുക്കളില്ല. വ്യാപകമായിട്ട് ഈ മഞ്ഞക്കൊന്ന വന്നതോടുകൂടെ അത് മൃഗങ്ങൾക്ക് ചൊറിച്ചൽ അനുഭവപ്പെടും. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി വരികയാണ്. ആനകളെയും മറ്റു മൃഗങ്ങളെയും അതിനകത്ത് തന്നെ, വനത്തിനകത്ത് തന്നെ സംരക്ഷിക്കപ്പെടണം. വനത്തിനകത്ത് സംരക്ഷിക്കപ്പെടുന്നതിൽ വനം വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു. 2, ആനകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഗോത്രനിവാസികളാണ്. ഇപ്പോൾ വ്യാപകമായിട്ട് ആദിവാസികളടക്കം കൊല്ലപ്പെടുകയാണ്. ഈ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായും നാടും കാടും തമ്മിൽ വേർതിരിക്കണം. ഫെൻസിങ് സമ്പ്രദായം ഉണ്ടാവണം. ഒരു ആനയുടെ ആവാസ സ്ഥലം എന്ന് പറയുന്നത് 25 ഹെക്ടർ ചതുരശ്ര കിലോമീറ്ററാണ്. വയനാട്ടിൽ ആനകളുടെ വ്യാപനം കൂടുകയാണ്. ഗവൺമെൻറ് അത് കുറച്ച് കാണിക്കുകയാണ്. ആനകൾ വർദ്ധിച്ചു വരുന്നുണ്ട്, കടുവകൾ വർദ്ധിച്ചു വരുന്നു. ഇവർക്കൊക്കെ താമസിക്കാനുള്ള ഇടം വയനാട്ടിനകത്തില്ല. അപ്പോൾ വയനാട്ട് ഒരു തുറന്ന ജയിലായിട്ട് വയനാട്ടിലെ മനുഷ്യരിങ്ങനെ തിന്നുകൊടുക്കുകയാണ്. വയനാട്ടിൽ എവിടെയും സേഫല്ല. നഗരങ്ങളിൽ ആന ഇറങ്ങി, ടൗണുകളിൽ ആന ഇറങ്ങുന്നു, കാട്ടുപോത്തിറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, അതേപോലെ കാട്ടുപന്നി, അങ്ങനെ ഒരുപാട് ആളുകൾ വയനാട്ടിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അജീഷിനെ കൊന്നത് വീട്ടിനകത്ത് കയറിയിട്ടാണ്. ആ അജീഷിൻ്റെ ഓർമ്മദിനാണ് ഫെബ്രുവരി 11. അന്ന് തന്നെയാണ് ഇവിടെ നൂൽപ്പുഴയിൽ ഒരു ആദിവാസി യുവാവ് കൊലയപ്പെടുന്നത്. പിറ്റേ ദിവസമാണ് നമ്മൾ അട്ടമലയിൽ കൊലയപ്പെടുന്നത്. നാളെ ആര് എന്ന ചോദ്യമാണ് വയനാട്ടുകാരൻ്റെ മുമ്പിൽ. വയനാട് വേണം, വയനാട്ടുകാർ വേണ്ട എന്നൊരു തീരുമാനം വിദേശ NGOകളിൽ നിന്ന് കാർബൺ ഫണ്ട് വാങ്ങിച്ചിട്ട് ആരോ തീരുമാനിച്ചതായിട്ട് ഞങ്ങൾ സ്വാഭാവികമായും സംശയിക്കപ്പെടുക. അജീഷ് മരണപ്പെട്ടപ്പോഴും ഒടുവിൽ രാധ മരണപ്പെട്ടപ്പോഴും ഇവർ മരണപ്പെട്ടപ്പോഴൊക്കെയും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ, മന്ത്രിമാരടക്കം പറയുന്നത് ഫെൻസിങ് സമ്പ്രദായം കൊണ്ടുവരുന്നില്ലാണ്. എവിടെ ഫെൻസിങ് സമ്പ്രദായം വരുന്നില്ല.
ഫെൻസിങ് സമ്പ്രദായം മാത്രമല്ല, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന നികുതി തിരുവനന്തപുരത്തുകാരൻ കൊടുക്കുന്ന, കോഴിക്കോട്ടുകാരൻ കൊടുക്കുന്ന, മറ്റ് 13 ജില്ലക്കാരനും കൊടുക്കുന്ന അതേ നികുതി തന്നെയാണ് വയനാട്ടുകാരന് കൊടുക്കുന്നത്. അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. 1976 ഈ വനം നിയമം അത് മാറ്റി എഴുതപ്പെടണം. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ആ വന നിയമം മാറ്റപ്പെടേണ്ടതുണ്ട്. 2, ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ട പണി ചെയ്യണം. ഈ നാടും വീടും ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, സാധാരണ കർഷകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാടും കാടും വേർതിരിച്ചേ പറ്റൂ. മൃഗങ്ങൾ കാട്ടിൽ താമസിക്കട്ടെ, മനുഷ്യർ നാട്ടിലും താമസിക്കട്ടെ. മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹണ്ടിങ് അനുവദിക്കപ്പെടണം. കാരണം വിദേശ രാജ്യങ്ങളിൽ അതിന് മോഡലുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ, അവരുടെ ദേശീയ മൃഗമാണ് കങ്കാരു. എണ്ണത്തിൽ പെരുകിയാൽ അതിന് വെടിവെച്ച് കൊല്ലും. അമേരിക്കയും കാനഡയും വർഷത്തിൽ 3 മാസം ഹണ്ടിങ് അനുവദിക്കപ്പെടുന്ന നിയന്ത്രിതമായ ഹണ്ടിങ് ആവശ്യമാണ്. കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് കൊടുത്തു. കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് കൊടുത്തപ്പോൾ കാട്ടുപന്നി ഗർഭിണിയാണോ, ചെറിയ കുട്ടിയാണോ, പ്രസവിച്ചതാണോ, ഇത് പരിശോധിക്കണം. കർഷകന് കഴിയോ? കർഷകന് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രയാസപ്പെടുന്നത് വന്യമൃഗശല്യം മൂലമാണ്. പന്നിയുണ്ട്, മയിലിൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ കുരങ്ങ് ശല്യം. വയനാട്ടിൽ എല്ലായിടത്തും കുരങ്ങ് ശല്യമുണ്ട്. എല്ലാ കോടതി മുറിക്കകത്ത് വരെ കുരങ്ങെത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത ഒരു ഭരണകൂടമായി കേരള സർക്കാരുകൾ മാറുകയാണ്. ഏത് സർക്കാരായാലും കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു സാഹചര്യം വയനാട്ടിലുണ്ട്.